പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ നിർവാജ്യമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നുവെന്ന് കർത്താവേ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് തിമോത്തിയോസിനും എഴുതിയ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുവല്ലോ. യേശുക്രിസ്തു വഴി ഐക്യം ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിയ പൗലോസ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നതാണ് വിശ്വാസം നിർവാജ്യമായിരിക്കാൻ, വ്യാജമുള്ളതാകാൻ പാടില്ല. രാവും പകലും നിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും തൻ്റെ അനന്തമായ കാരുണ്യത്താൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഇന്ന് വിശുദ്ധ തിമോത്തിയുടെയും തീത്തോസിൻ്റെയും തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ജനതകളുടെ ഇടയിൽ അങ്ങയുടെ മഹത്വം വർണ്ണിക്കുവാനായി തിരഞ്ഞെടുത്ത ഈ ദാസന്മാരെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കൊയ്ത്തുകാരേറെ കൊയ്ത്തോ വളരെ വേലക്കാരോ ചുരുക്കമെന്നങ്ങയുടെ വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് അയക്കപ്പെടുന്ന ഓരോരുത്തരും വീടുതോറും ചുറ്റിക്കറങ്ങി നടക്കാനല്ല, ഓരോ നഗരത്തിലും പ്രവേശിക്കുകയും അവർക്ക് വചനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ, കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരെയും വിളിക്കുകയും അയക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ പ്രയാസങ്ങളുണ്ടാകാമെന്നും അതുകൊണ്ട് ആ പ്രയാസങ്ങളെ വഹിക്കേണ്ടതില്ലെന്നും നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ചെരുപ്പിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുവാൻ കർത്താവെ ഞങ്ങളോട് ആവശ്യപ്പെട്ടുവല്ലോ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ നിറവേറ്റി അങ്ങേ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു തിരുനാമം അറിയപ്പെട്ടിട്ടില്ലാത്ത ദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുകയും അങ്ങയുടെ തിരുനാമത്താൽ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.